صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد. തയമ്മുമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി അടുത്തത് ബാബുൽ ഹൈദാണ്. ഹൈദിനെ കുറിച്ചുള്ള അധ്യായം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺമക്കളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തിയിട്ടുള്ള തബഈയായ പ്രകൃതിപരമായ കാര്യമാണ് ഹൈദ്. മലയാളത്തിൽ നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. ഹാബ എന്ന വാക്കിൽ നിന്നാണ് ഹൈദ് വന്നിട്ടുള്ളത്. ഹാബ എന്നാൽ സാല, ഒഴുകി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹിക്മത്ത്, അവൻ ഉദ്ദേശിച്ച യുക്തി അതിന്റെ പിന്നിലുണ്ട്. പുരുഷനെയും സ്ത്രീയെയും ഇത് വ്യത്യാസപ്പെടുത്തുന്നു. അവളുടെ റഹിമിൽ നിന്ന്, റഹിം എന്നാൽ ഗർഭപാത്രത്തിൽ നിന്ന് ആണ് ഈ രക്തം പുറത്തേക്ക് വരുന്നത്. അത് തബഈയായ പ്രകൃതിപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് രക്തം പോകുന്നതായിട്ടും ഒരുപാട് രക്തം പോയിട്ട് കൂടി അവർക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ലാത്തത്. സാധാരണ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം കുറെ പോയാൽ ശരീരത്തിന് പ്രയാസം ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഒന്ന് സ്ത്രീകൾക്ക് സംഭവിക്കുന്നില്ല. അത് കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതിപരമായ ഒരു കാര്യം എന്ന നിലയിൽ. ഒരുപാട് അഹ്കാം ഈ ഹൈദിനെ ചുറ്റിപ്പറ്റി സ്ത്രീകൾക്കുണ്ട്. അവളുടെ പ്രായപൂർത്തിയാകുന്നത് ഹൈദോടെയാണ്. അതുപോലെ അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, തലാഖുമായി ബന്ധപ്പെട്ട്, ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതുമായൊക്കെ ഹൈദിന് അഹ്കാമുകളുണ്ട്. ഹൈദിന് വിധി വിലക്കുകളുണ്ട്. ഇത് പൊതുവെ തുടങ്ങുന്നത് പൊതുവെയാണ്, ഗാലിബാണ്. അത് നിർബന്ധമല്ല ഈ സമയത്ത് തന്നെ വേണം എന്ന്. ഒരു 9 വയസ്സാകുമ്പോൾ ആണ് പെൺകുട്ടികൾക്ക് അത് ആരംഭിക്കുക. അതായത് ഏറ്റവും ചുരുങ്ങിയത്, പൊതുവെ ഏറ്റവും ചുരുങ്ങിയത്. പൊതുവെ ഏറ്റവും കൂടിയത് ഒരു 50 വയസ്സാകുമ്പോഴേക്കും അവർക്കത് അവസാനിക്കും. അവരാണ് ആയിസ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നിരാശയായിട്ടുള്ള സ്ത്രീ. അവിടെ നിരാശ എന്ന ഉദ്ദേശത്തിന് ഗർഭധാരണം പ്രതീക്ഷയില്ലാത്ത സ്ത്രീകൾ. അപ്പോൾ അവളുടെ ഹുക്കുമുകൾ മാറി. ഹൈദ് വന്നതോടുകൂടി അവൾ പ്രായപൂർത്തിയായ പെണ്ണായി, ചെറിയ കുട്ടിയല്ല. പിന്നെ ശാരീരികമായി നല്ല വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ, ഹൈദ് എത്തിയിട്ടില്ലെങ്കിലും അവരുടെ കാര്യത്തിൽ നമ്മൾ പലതും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ 50 വയസ്സ് കഴിഞ്ഞാൽ, ഈ ഹൈദ് അവസാനിച്ചു കഴിഞ്ഞാൽ, വൃദ്ധകളായാൽ പിന്നെ അവർക്ക് ഹിജാബിലൊക്കെ പല ഇളവുകൾ ഉണ്ട്. സാധാരണ പെണ്ണുങ്ങൾ ധരിക്കുന്ന ഹിജാബ് അങ്ങനെ തന്നെ അവർക്ക് ധരിക്കണമെന്നില്ല. എന്നാൽ അത് ധരിക്കലാണ് ഖൈർ. പ്രത്യേകിച്ച് ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ അത് നിർബന്ധമായി മാറും. പ്രായമേറിയിട്ടും ഒരു സൗന്ദര്യം അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ സൂക്ഷിക്കണം. ഇതുപോലെ നമ്മൾ പ്രായമുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ നമ്മൾ സലാം പറയും, അവർക്ക് കൈ കൊടുക്കും, അങ്ങനെ ചെയ്യുമല്ലോ. വളരെ പ്രായം ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കും. എന്നാൽ ഫിത്നയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പ്രായം ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ സൗന്ദര്യമുള്ള, അങ്ങനെ സൗന്ദര്യം പോയിട്ടില്ലാത്ത, പ്രായം ഉണ്ടായിട്ടും പോകാത്തൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെ, കുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. വളരെ വളരെ നമ്മുടെ ദീൻ നമ്മൾ സൂക്ഷിക്കുക. ഹൈദ് സ്ത്രീകൾക്ക് വരുന്നത് ഈ പറയപ്പെട്ട സമയത്താണ്. പൊതുവെ ഏറ്റവും കുറഞ്ഞ പ്രായം, പൊതുവെ ഏറ്റവും കൂടിയ പ്രായം ഇതാണ്. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നാണ്, പൊതുവെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഖുർആനിലോ ഹദീസിലോ അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഇതിനൊരു ഹദ് പറഞ്ഞിട്ടില്ല.
يسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ യസ്അലൂനക അനിൽ മഹീദ്, ഹൈദിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹുവ അദ, ഈ പറയുക അതൊരു അദയാണ്, അതൊരു പ്രയാസമാണ്. ഒരു ബുദ്ധിമുട്ടിന് അദ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ എല്ലാം വലിയ ബുദ്ധിമുട്ടായിരിക്കണമെന്നില്ല. ഇപ്പോ കുട്ടി ജനിച്ചാൽ മുടി കളയണം എന്ന് പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുടിയെ പറഞ്ഞിട്ടുള്ളത് അദാണ്. അദ എന്ന് പറഞ്ഞാൽ മുടി എന്താണ് ബുദ്ധിമുട്ടാകുക കുട്ടിക്ക്, പക്ഷെ ആ അത നീക്കുക ഒരു ബുദ്ധിമുട്ട്, പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടല്ല നമുക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നതുപോലെ അല്ലാഹു അലം, അള്ളാഹു ഇതിനെ അദ എന്ന് പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ 222 ആയത്തിൽ വയസ്സലൂനക അനിൽ മഹീദ്, ഹൈദിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹുവ അദ, അതൊരു അദയാണ്. ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദ്, നിങ്ങൾ ആ മഹീദിന്റെ സമയത്ത് സ്ത്രീകളെ ഒഴിവാക്കുക. എന്താണ് ഈ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ യഹൂദികൾ ഒഴിവാക്കിയതുപോലെയാണോ? യഹൂദികൾ അവരെ കൂടെ ഇരിക്കൂല, തിന്നൂല, ഒന്നും ചെയ്യില്ല. ഹൈദ് വന്നാൽ കൂടെ താമസിപ്പിക്കില്ല, പുറത്ത് താമസിക്കണം. നസ്രാനികളാകട്ടെ നേരെ തിരിച്ച് ഹൈദുള്ള സ്ത്രീകളുമായി നഊദു ബില്ലാഹ് ശാരീരിക ബന്ധത്തിൽ തന്നെ, അതായത് ആയിനൻ യഥാർത്ഥ ശാരീരിക ബന്ധം എന്താണോ അത് തന്നെ അവരേർപ്പെടും. രണ്ടിന് വസത്തിലാണ് മുസ്ലിമീങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് വിഷയം പറയാം. ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ നിക്കാഹ് ഒഴിവാക്കുക. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കല്യാണം എന്നുള്ള അർത്ഥമല്ല. നിക്കാഹിന്റെ യഥാർത്ഥ ഭാഷാർത്ഥം ലൈംഗിക ബന്ധം എന്നാണ്. നിക്കാഹ് യഥാർത്ഥ അർത്ഥം ലുഗത്തിൽ, ഭാഷയിൽ. എന്നാൽ നമ്മൾ വിവാഹത്തിന് ആ നിക്കാഹ് എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്ത്രീകളുമായി ഹൈദിന്റെ സമയത്ത് എല്ലാം അനുവദനീയമാണ്, ഇല്ല നിക്കാഹ്, നിക്കാഹ് ഒഴികെ. അവിടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കഴിപ്പിക്കാൻ പാടില്ല എന്നാണോ? അല്ല. ആ സമയത്ത് ഉള്ള നിക്കാഹ് ഉറപ്പിക്കാൻ പാടില്ല എന്നോ നിക്കാഹ് നടത്താൻ പാടില്ല എന്നല്ല. ഏത് അഖ്ദുൻ നിക്കാഹ് അഥവാ നിക്കാഹ് എന്ന കരാർ, അത് പാടില്ല എന്നല്ല. മറിച്ച് അവിടെ ഉദ്ദേശം യഥാർത്ഥ ലൈംഗിക ബന്ധം എന്താണോ, യഥാർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധം എന്താണോ അത്, അതിന്റെ മുഖദ്ദിമാത്തോ അതിന്റെ മുമ്പേ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. മറിച്ച് യഥാർത്ഥ ലൈംഗിക ബന്ധം, അതാണ് അവിടെ നിക്കാഹ് കൊണ്ട് ഉദ്ദേശം. അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാക്കിയൊക്കെ അനുവദനീയമാണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ തഫ്സീർ. വലാ തഖറബൂഹുന്ന, നിങ്ങൾ അവരോട് അടുക്കരുത്, ഹത്താ യതുഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. അടുക്കരുത് എന്ന് പറഞ്ഞത് ഇതാണ്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഹൈദിലായിരിക്കെ അവരുടെ മടിയിൽ കിടന്നിട്ട് റസൂലുള്ളാഹി ഖുർആൻ ഓതിയത്. അവരുടെ മടിയിൽ കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയത്. റസൂലുള്ളാഹി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തല ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പള്ളിയോട് ചേർന്നിട്ടാണല്ലോ വീട്. വീടിന്റെ അകത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചീകി കൊടുക്കും, അവിടുന്ന് ഹൈദിലായിരിക്കെ. അപ്പൊ തഖറബു, അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ ഈ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. സുന്ന തുഫസ്സിറുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സുന്നത്തില്ലാതെ ഖുർആൻ മതി എന്ന് പറയുന്നവർ ഖുർആനെയാണ് നിഷേധിക്കുന്നത്. ഒന്നെങ്കിൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുക, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും നിഷേധിക്കുക. രണ്ടല്ലാതെ ഒരു വകുപ്പ് കഴിയൂല. അള്ളാഹു പറഞ്ഞിരിക്കുന്നു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അള്ളാഹിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. മാത്രമല്ല മൻ യുതിഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആര് റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹിനെ അനുസരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും? ഇല്ല. ഖുർആൻ ഒരുത്തൻ നിഷേധിച്ചാൽ അവൻ, സുന്നത്തൊരുത്തൻ നിഷേധിച്ചാൽ അവൻ കാഫിറും ബിൽ ഖുർആനി വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ് അവൻ നിഷേധിച്ചിരിക്കുന്നത്, അല്ലാതെ സുന്നത്ത് മാത്രമല്ല. വലാ തഖറബൂഹുന്ന ഹത്താ യതുഹുർന ഫഇദാ തതഹർന, അവർ ശുദ്ധിയായാൽ ഫഅതൂഹുന്ന, നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുക. ഇവിടെ ഇത്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ നിക്കാഹാൻ അഥവാ ലൈംഗിക ബന്ധമാണ്. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊള്ളുക. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു തൗവാബീങ്ങളെ, തൗബ ധാരാളമായി ചെയ്യുന്നവരെയും അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തൗബ കൊണ്ട് ഉള്ളു ശുദ്ധിയാകും, തതഹുർ ഇതുകൊണ്ട് വുദു കുളിയൊക്കെ കൊണ്ട് പുറമേക്ക് ശുദ്ധിയാകുന്നു
നിസാഉകും ഹർസുൽ ലക്കും ഫഅ്തു ഹർസകും അന്ന ശിഅ്തും വഖദ്ദിമു ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്ക് ഹർസാണ്, നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. അതുകൊണ്ട് ഫഅ്തു ഹർസകും അന്ന ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങളുടെ ഹർസ് അതിനെ നിങ്ങൾ സമീപിച്ചുകൊള്ളുക. വഖദ്ദിമു ലിഅൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു കൊള്ളുക. അഥവാ മക്കൾ ഉണ്ടാവുക എന്നതാണ് വിവാഹത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിലും പെണ്ണിലും ശഹ്വത്ത്, ലൈംഗിക വികാരം വെച്ചിട്ടുള്ളത് തന്നെ ഈ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അഥവാ മനുഷ്യർ ഇങ്ങനെ അവർ പെറ്റുപെരുകണം, വീണ്ടും വീണ്ടും ഉണ്ടാകണം എന്ന ഉദ്ദേശം. അത് ഏറ്റവും ഹലാലായ, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും സആദത്തുള്ള, സൗഭാഗ്യമുള്ള മാർഗത്തിലൂടെയാണ് നിക്കാഹിലൂടെ സംഭവിക്കുന്നത്. അതല്ലെങ്കിലോ ആ സമൂഹം നശിക്കും, അവരുടെ ശിരസുകൾ താണുപോകും, അപമാനിതരാകും, കുടുംബങ്ങൾ നശിക്കും, നസബ് നശിക്കും. വ്യഭിചാരത്തിലുണ്ടായ ജാരസന്തതികൾ കൊണ്ട് സമൂഹം നിറയും, എല്ലാം ഫസാദിലാണ്. നിക്കാഹാണ് ഒരു ഉമ്മത്തിനെ യഥാർത്ഥ ഉമ്മത്തായി നിലനിർത്തുന്നത്. കാഫറുകൾക്കിടയിൽ പോലുള്ള നിക്കാഹ് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ ഇത് മുഅ്തബറാണ്. അവരുടെ നിക്കാഹ് മുസ്ലിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അവർ ഭാര്യയും ഭർത്താവാണെങ്കിൽ അവരെ ഭാര്യയും ഭർത്താവായിട്ട് നമ്മൾ കാണുന്നു. തമ്മിൽ നടക്കുന്ന വിചാരം നമ്മൾ പറയില്ല, അത് നല്ല ബന്ധം തന്നെയാണെന്ന് നമ്മൾ പറയുന്നു ഒരു തമ്മിലുള്ളത്. കാരണം നിക്കാഹ് എന്നത് സുന്നത്തുൻ കൗനിയത്തുൻ ശർഇയ്യ, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നടപടിക്രമമാണ്, ശർഇയ്യായ മതത്തിലുള്ള നടപടിക്രമം കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഹൈദിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഹൈദ്. ഇനി ഹൈദ് പൊതുവെ സ്ത്രീകൾക്ക് വരിക മാസത്തിലാണ്, പൊതുവെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിക്കാഹിനെ കുറിച്ച്, ഹൈദിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഖുൽ ഹുവ അദാ, അതൊരു അദയാണ്, ആ സമയത്ത് നിങ്ങൾ അവരുമായി ബന്ധത്തിൽ ഏർപ്പെടരുത്. അള്ളാഹു അതിന് ഹദ്ദ് പറഞ്ഞോ? ഇന്ന് പ്രായത്തിൽ തുടങ്ങും, ഇന്ന പ്രായത്തിൽ അവസാനിക്കും പറഞ്ഞോ? ഇല്ല. ഇന്ന് മാസത്തിൽ ഇത്ര ദിവസം ഉണ്ടാവും പറഞ്ഞോ? ഇല്ല. ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് കിട്ടിയത് എന്തിൽ നിന്നാണ്? നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ചില നാദിറായ, അതാ അപൂർവമായ ചില കാര്യങ്ങൾ ഹൈദിലുണ്ടാവും. ചിലപ്പോൾ സ്ത്രീകൾക്ക് 2 മാസം വരില്ല, ഹൈദുണ്ടാവില്ല. എന്നിട്ട് അവർക്ക് സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് അധികം ഹൈദ് വരും സ്ത്രീകൾക്ക് വരുന്നതിനേക്കാൾ. ചിലപ്പോൾ അവർക്ക് 3 മാസം വരില്ല, എന്നിട്ട് 1 മാസം മുഴുവൻ ഹൈദ്. അങ്ങനെ ചില സ്ത്രീകൾക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒക്കെ പല ആളുകൾക്ക് അനുഭവങ്ങൾ പല സ്ത്രീകൾ പറയാറുണ്ട്. അപ്പൊ അത് കൂടുതൽ അറിയുന്നത് അവരാണ്. ചില ചാബികൾ ഹൈദിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് പോയി ചോദിക്കുക, അവർക്കാണ് അത് കൂടുതൽ അറിയുക എന്ന് പറഞ്ഞു. ഏതുപോലെ ഇപ്പോ ഒരു ഭർത്താവ് പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ സലാസത്ത് ഖുറൂ ആണ് അവളുടെ ഇദ്ദ, അഥവാ 3 ശുദ്ധികാലം, 3 തവണ ആവർത്തവം വരുന്ന സമയം. അത് കഴിഞ്ഞാൽ പിന്നെ ഇയാള് പുറത്തുള്ള ഒരാൾ മാത്രമേ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം ആലോചിക്കണം, പുതിയ നിക്കാഹ് നടത്തണം, എന്നാലും മാത്രമേ അയാളായിട്ട് ബന്ധുള്ളൂ. ഇയാള് വേണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. അതേസമയം ഈ 3 കാലത്തിനുള്ളിൽ 3 ഖുറൂഇന്റെ ഉള്ളിൽ അയാൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. ആ സമയത്ത് വേറെ ആൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. 3 ശുദ്ധികാലത്തിനുള്ളിൽ. 3 ശുദ്ധികാലമാണ്, 3 മാസമല്ല. തലാഖിന് 3 ശുദ്ധികാലമാണ് ആർത്തവമുള്ള സ്ത്രീക്ക്. എന്നാൽ ആർത്തവം തുടങ്ങിയിട്ടില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ, ചെറിയ കുട്ടിയാണെങ്കിൽ, അത് തലാഖ് ചൊല്ലപ്പെട്ടാൽ 3 മാസമാണ് സമയം. അതിനെ മനസ്സിലാക്കാൻ, ആർത്തവം കഴിയുന്നതിന് മുമ്പ് വരെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചാക്കൽ ഇസ്ലാമിന് മശ്റൂ ആയ കാര്യമാണ്. ഇസ്ലാമിന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അത് ആർക്ക് ദഹിച്ചിട്ടില്ലെങ്കിലും ഒരു ഉപ്പാക്ക് തോന്നുകയാണ്, എന്റെ കുട്ടിയെ പിന്നെ ഇന്ന് നല്ലൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ഹൈറുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെറിയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അവൾക്ക് അതിന് സാധിക്കുന്ന ശരീര വളർച്ച എത്തണം. മനസ്സിലായില്ല? അവൾക്ക് വയസ്സായിട്ടും കാര്യമില്ല, അവൾക്കതിന് സാധിക്കുന്ന ശാരീരിക വളർച്ച എത്തണം. ഒലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് വയസ്സ് കുറച്ചായാലും പോരാ എന്നാണ്. കാരണം അത് ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഉപദ്രവം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും പാടില്ല, ആർക്കും ദുറുണ്ടാക്കി വെക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിലെ അറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീനാണ് ഏറ്റവും ഖൈർ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ
ദഹനക്കേട് തോന്നുന്നത് എന്തുകൊണ്ടാ? നമ്മളെ കൽബൊക്കെ പണ്ടേ യുദ്ധത്തിൽ ആൾക്കാർ കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൽബ് ഇസ്തിഅമാറിൽ അഥവാ അധിനിവേശത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ഇത് ഇസ്ലാമിന് ഷർറാണെങ്കിൽ ഇതിനേക്കാൾ ഖൈറുകൾ കൊണ്ടുപോവാ. അള്ളാഹിന്റെ പക്കൽ നിങ്ങൾ കീസിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന പോരാ. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇതിനേക്കാൾ ഖൈറായ ഒരു ദീനും കൊണ്ടുപോവാ. ഇല്ല, അത് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അത് ഇസ്ലാമിൽ അനുവാദമുള്ള കാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന്റെ സിദ്ദീഖുകളുടെ നേതാവ്, അഫ്ദലുൽ ബശരി ബഅദൽ അംബിയ, നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായ മനുഷ്യൻ അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത്ര ചെറിയ പ്രായത്തിലാണ്, 6 വയസ്സിലാണ് ആയിഷ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. 9 വയസ്സായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി വീട് കൂടി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറിയ മോളെ, ഇതേപോലെയുള്ള ചെറിയ മോളെ വിവാഹം കഴിച്ചു കൊടുത്ത അടുത്ത ഉമറുൽ ഖത്താബിനാണ്. അലിയേക്കാൾ ഇത്ര പ്രായം കൂടിയ ആളാണ്. അമ്മൂസിനെക്കാളും പ്രായം കൂടുതൽ പുയ്യാപ്പിളക്കാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. ആരെ? ചെറിയ മോളെ. ഇസ്ലാമുള്ള കാര്യമാണ്. അവര് പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിൽ ഇത് മാത്രമൊന്നല്ല, എത്രയോ കാര്യങ്ങൾ ഗരീബായിട്ടുണ്ട്. ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികൾ കല്യാണം കഴിക്കാന്നുള്ളത് എന്തോ വലിയ തെറ്റാണ്. എന്നാൽ അതേ പ്രായത്തിലുള്ള ചക്കൻ ഒരു പെണ്ണിനെ ബൈക്കിന്റെ വെക്കിൽ വെച്ചിട്ട് പോയാൽ യാതൊരു കുഴപ്പമില്ല. കുട്ടികളല്ലേ, ഇങ്ങനെ പലതുണ്ടാവും. പ്രേമിച്ചിറക്കുണ്ടാവും, പലതുണ്ടാവും. പല തോന്നിവാസങ്ങളിൽ ഏർപ്പെടും, പത്രത്തിൽ വരും. അതൊന്നും ആൺകുട്ടികളായ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന സമൂഹം സുബ്ഹാനല്ലാഹ് വലിയ അപകടമാണ്. അതുപോലെ നോക്കിപ്പോ ഒരു ഉമ്മ, അവൾക്ക് ആ സ്ത്രീക്ക് മക്കളുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞ് മോള് പ്രസവിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഉമ്മ പ്രസവിച്ചു. നമ്മുടെ നാട്ടിലെ പലർക്കും അത് എന്തോ ഒരു കുറച്ചിലായി തോന്നും. തെറ്റാണ്. ഇസ്ലാമിൽ ഹലാലായ കാര്യമാണ്. അതുപോലെ തന്നെയാണിപ്പോ മക്കളുണ്ട്, പെൺമക്കളുണ്ട്, കല്യാണം കഴിഞ്ഞ മക്കളുണ്ട്. ഉമ്മയുടെ ഭർത്താവ് മരിച്ചു, അവർക്ക് വേറൊരു കല്യാണാലോചന വന്നു. കല്യാണം കഴിപ്പിക്കാൻ നമ്മുടെ ഉമ്മത്തിന് എത്ര മടിയാണ്. തെറ്റായ കാര്യം പോലെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബത്തിന്റെ ജീവിതത്തിലൊക്കെ വ്യാപകമായി നടന്നതാണ്. ആസിക റളിയല്ലാഹു അൻഹ, അവരെ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യയായിരുന്നു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. പിന്നെ വേറൊരു സഹാബി അവരെ കല്യാണം കഴിച്ചു, എനിക്ക് പേര് ഓർമ്മയില്ലായിട്ടാണ്. ആ സഹാബിയും കൊല്ലപ്പെട്ടു. വേറൊരു സഹാബി കല്യാണം കഴിച്ചു, ആ സഹാബിയും കൊല്ലപ്പെട്ടു. അവർക്ക് പേര് തന്നെ കിട്ടി, സൗജത്തു ഷുഹദ, ഷുഹദാക്കളെ ഭാര്യയാണ്. ഒരാര് കിട്ടിയാലും ഷഹീദാവുന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ആലോചിച്ചു. അപ്പൊ ആസിക പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ആൾക്കാർ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് അവരെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അലി ഷഹീദാവുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് ഷഹീദ് തന്നെയാണ് ആയിട്ടുള്ളത്. എന്താണ്, അവർ കല്യാണം കഴിഞ്ഞാൽ തഹദീദ് അഥവാ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ഉടനെ അവർ അണിഞ്ഞൊരുങ്ങും. എന്തിനു വേണ്ടി? നാട്ടുകാർക്കിടയിൽ ഇറങ്ങാനല്ല, മറിച്ച് പെണ്ണ് കാണാൻ ആളുകൾ വരുമ്പോ അവരെ മുന്നിൽ നിൽക്കാൻ വേണ്ടി അലങ്കാര വസ്ത്രങ്ങൾ അണിയും. അങ്ങനെയാണ് പറയാം ചെയ്യണത്. അത് കഴിഞ്ഞാൽ അവര് ചെയ്യും. കാരണം കുടുംബജീവിതം അത് വളരെ അത്യാവശ്യമുള്ള വളരെ നല്ല കാര്യമാണ്. ആൾക്കാരെ അഭിമാനവും അവരുടെ ശഹവത്തുമൊക്കെ അവരുടെ മോഹവുമൊക്കെ യഥാർത്ഥ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ ഉപയോഗിക്കാൻ. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളോടും ഗുർബത്താണ് ആളുകൾക്ക്, ഒരു അപരിചിതത്വം. ഇസ്ലാമും വിലക്കിയ പച്ച ഹറാമുകളോടോ യാതൊരു പ്രശ്നമില്ല, ഒക്കെ നാട്ടിലാണ്. അപ്പൊ അതിനെ എതിർക്കുന്ന ആളുകളാണ് ഈ കാലത്ത് ജീവിക്കാൻ കൊള്ളാത്ത ആളുകളായി ആളുകൾ ചിത്രീകരിക്കുന്നത്. ഗുർബത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഗുർബത്താണിത്. അൽഹംദുലില്ലാഹ് ആളുകൾ ദീൻ പഠിക്കാനും യഥാർത്ഥ ദീൻ മനസ്സിലാക്കാനും തയ്യാറായിട്ടുണ്ട്. അള്ളാഹു യഥാർത്ഥ ദീനിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖൈറിന്റെ മിഫ്താഹുകൾ, അതുപോലെ മിഫ്താഹുൽ ലിൽ ഖൈർ മിഗ്ലാഖുൽ ലിശർ, ഖൈറിന്റെ താക്കോലുകളും ഷർറിന്റെ മിഗ്ലാഖ്, ഷർ അടച്ചുപൂട്ടുന്ന ആളുകളും ആകുന്ന ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ ഒരു ഷർറിന്റെ മിഫ്താഹായിരിക്കും, ഖൈറിന്റെ മിഗ്ലാഖായിരിക്കും. ഖൈർ അടച്ചുപൂട്ടും, ഷർ തുറക്കും. വളരെ അപകടമാണ്. അള്ളാഹു നമ്മേവരെയും ഖൈറിന്റെ മിഫ്താഹുകളും ഷർറിന്റെ മിഗ്ലാഖുകളും ആക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങൾ. അപ്പോ ഹൈദ് ആകുന്നതിന് മുമ്പാണ് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് തലാഖായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഹൈദില്ലല്ലോ, അപ്പൊ 3 മാസമാണ് അവളുടെ ഇദ്ദ കാലം. അത് കഴിഞ്ഞാൽ പിന്നെ
പഴയ ഭർത്താവിന് തിരിച്ചെടുക്കാൻ കഴിയില്ല, വിവാഹം ആലോചിച്ചിട്ട് വരണം. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെയാണ്. ചെറിയ പ്രായത്തിൽ പകുതിരിവില്ലാത്ത പ്രായത്തിൽ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പാക്ക് തീരുമാനിക്കാന്ന്. ആരെ? നല്ലൊരാളെ. ആ കുട്ടിക്ക് അതൊന്നും അറിയണ്ടാവില്ലല്ലോ, ഇയാളെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഹൈറാവോ ഷെറാവോ. ചെറിയ കളിക്കുന്ന ചിന്തയുള്ള പ്രായമല്ലേ. നമ്മുടെ നാട്ടിൽ അവരെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു പാതക അവരോട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അവർക്ക് ദ്രോഹമല്ല, അവരെ കല്യാണം കഴിപ്പിക്കാതെ അവർക്ക് ഹൈറല്ലേ. ഇപ്പോ 16 വയസ്സിൽ വിവാഹപ്രായമാക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് ഈ പെൺകുട്ടികളെ എന്തോ ഒരു പാതകം അവരോട് ചെയ്യുന്നു എന്ന നിലക്കാണ് ചിത്രീകരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്? അസൂയ കൊണ്ടാണ്. കാഫറുകൾ മുസ്ലിങ്ങൾ നേരത്തെ കല്യാണം കഴിക്കുന്നതിനെ എതിർക്കുന്നെന്തുകൊണ്ടാ? യാതൊരു സംശയം കൊണ്ട് എഴുതി വെച്ചോളൂ, നമ്മളോടുള്ള അസൂയ ഉണ്ടാകും. നമ്മളെ പെൺകുട്ടികളൊക്കെ വേഗം കല്യാണം കഴിച്ച് ഉഷാറായിട്ട് അങ്ങനെ ജീവിക്കുന്നത് അവർക്ക് കണ്ണി പിടിക്കില്ല. അവരെ പോലെ ആണോ മൂത്ത് നരച്ചിട്ട് കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാണ് പല ആളുകളും അങ്ങനെ എതിർക്കുന്നത്. ഈ എതിർക്കുന്ന കക്ഷികളെ നോക്കിക്കോളൂ, മുസ്ലിങ്ങൾക്ക് വേറെ എന്ത് കയറ് വന്നാലും മുടക്കികളാകുന്ന, അതിനെതിരെ സമരം വിളിക്കുന്ന, അതിനെതിരെ സാമുദായിക സന്തുലിതത്വം തെറ്റിപ്പോകുന്നു പറയുന്ന ആളുകളാണ് ഇതിനിറങ്ങുന്നത്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ എന്താ പറയാ, സാമുദായിക സന്തുലിതത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരു ത്രാസിലുള്ളത്, അത് ഒന്ന് താണുപോകും, ഒന്ന് പൊങ്ങിപ്പോവും. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവരൊക്കെ തനിയെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അധികം കിട്ടുമെന്ന് വന്നാൽ ഉടനെ പറയും ഇത് ശരിയാവില്ല. അപ്പൊ ഇങ്ങനെ പാതകമല്ല, മറിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഖൈറാൻ, നല്ല ബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പെൺകുട്ടികളൊക്കെ ഒരു തമ്മിലുള്ള സംസാരം എന്താ? പെൺകുട്ടികളെ അറിയുന്നവർക്കറിയാം. ആദ്യ പെൺകുട്ടികളും ഓരോ കല്യാണം, വിവാഹം, കല്യാണം ഉറപ്പിച്ചോ, ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരു എത്ര വലിയ ഉദ്യോഗത്തിന് പഠിക്കുകയാണെങ്കിലും എന്തിനു പഠിക്കുകയാണെങ്കിലും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഖൽബ്, ആളുകളുടെ ഖൽബിൽ ചിന്ത ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാദിറിന് ദീനിൽ ഹുക്കും ഉണ്ടാവില്ല, ഗാലിബിനാണ് ഹുക്കും ഉണ്ടാവുക. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോ സ്ത്രീകൾ പൊതുവെ അള്ളാഹുവർക്ക് ളഅഫാണ് കൊടുത്തിട്ടുള്ളത്, ദൗർബല്യമാണ്. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ടാവും ആണുങ്ങളെക്കാട്ടി എല്ലാത്തിനും തുണിഞ്ഞിറങ്ങണ ചില പെണ്ണുങ്ങൾ. അത് അപൂർവമായ കാര്യമാണ്. അള്ളാഹിന്റെ ദീനിലെ ഹുക്കും എന്തിനാ? ഗാലിബിനാണ്, പൊതുവെയുള്ളവർക്കാണ്. നാദിറിനെ അത് നാദിറായി മനസ്സിലാക്കുക. നാദിർ എന്ന് പറഞ്ഞാൽ അത് അപൂർവം ഉള്ള കാര്യമായി മനസ്സിലാക്കുക. ഗാലിബിനാണ് ഹുക്കും, ദീനിൽ ഹുക്കും പറയാം. പൊതുവെ സാധാരണക്കാരായ ആളുകളുടെ ചിന്ത എപ്പോഴും അങ്ങനെ പോവുള്ളൂ. പ്രത്യേകിച്ചിട്ട് തർക്കിച്ച് പരിചയമുള്ള നമ്മുടെ നാട് പോലെയുള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിൽ പോലെയുള്ള ആളുകൾക്ക് അങ്ങനെ ചിന്തവും അങ്ങനെ ശരിയാവും, അങ്ങനെ ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പൊതുവെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പൊതുവെ ആളുകൾ തയ്യാറാകാറില്ല. അല്ലാഹു മുസ്തആൻ. ഇങ്ങനെ ചെറിയ പെൺകുട്ടികൾക്ക് ഇങ്ങനെയാണ് അവരുടെ ഇദ്ദകാലം, 3 മാസം. ഇനി അതുപോലെ തന്നെ ഹൈള് നിന്നുപോയ സ്ത്രീകൾക്കും അവരെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 മാസമാണ്. അവർക്ക് ശുദ്ധികാലം ഇല്ലല്ലോ, 3 ഹൈളില്ല. ഗർഭിണികളായ സ്ത്രീകളാണോ അവരെ തലാഖ് ചൊല്ലിയാൽ അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരേക്കാണ്. ഇന്ന് തലാഖ് ചൊല്ലി നാളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദ കഴിഞ്ഞു. പിന്നെ വേറെ വിവാഹം ആവാം. ഇയാള് വെറും ഖതീബും മിനൽ ഖുതബ, ഇയാൾ വെറും ഖതീബ് മാത്രമായി. ഖതീബ് പറഞ്ഞ പള്ളിയിലെ ഖതീബല്ല. ഖതബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിവാഹം ആലോചിച്ചു, വേറെ അർത്ഥാണ്. ഖതബ യഖ്തിബു, മറ്റേത് ഖതബ യഖ്തുബു ആണ്, പ്രസംഗിച്ചു എന്നുള്ളത്. ഇത് ഖതബ യഖ്തിബു. അപ്പോ വിവാഹം ആലോചിച്ച, വിവാഹം ഉറപ്പിച്ച ആൾ എന്ത് പറയും? ഖതീബ്. ഹുവ ഖതീബ്, ഹോളെ ഖതീബാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവളെ വിവാഹം ഉറപ്പിച്ച ആളെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന ആൾ, ഖതീബ്. രണ്ടർത്ഥങ്ങൾ ഖതീബിന്, ഒന്ന് പ്രസംഗിക്കുന്ന ഖതീബ്, ഒന്ന് ചെറുക്കൻ. ഇങ്ങനെ ആണ് ഗർഭിണികൾ. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചാലുള്ള അവസ്ഥയും. ഭർത്താവ് മരിച്ചാൽ സ്ത്രീകളുടെ തഹ്ദീദ്, അവർ മറയിലിരിക്കേണ്ട കാലം 4 മാസവും 10 ദിവസമാണ്. 4 മാസം 10 ദിവസം. ഹിജ്റ മാസമാണ് നോക്കേണ്ടത്, നമ്മുടെ ജനുവരി ഫെബ്രുവരി അല്ല. ഇപ്പൊ കുറെ ദിവസം പിന്നെയും കൂടും. ഇതാണ് നോക്കേണ്ടത്, 4 മാസവും 10 ദിവസവും. അതാണ് സ്ത്രീകൾക്ക് പൊതുവെ. എന്നാൽ ഗർഭിണിയാണെങ്കിലോ പ്രസവിച്ചതോടെ അത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പല ഹുക്കുമുകൾ ഹൈദുമായി ബന്ധപ്പെട്ട് ഉണ്ട്.
ഹൈദുമായി ബന്ധപ്പെട്ട് പല ഹുക്കുമുകളുണ്ട്. നമ്മൾ പറഞ്ഞു മാസത്തിലാണ് അവർക്ക് ഹൈദ് വരിക. മാസത്തിൽ എത്ര ദിവസം വരും? ഖുർആനിലോ ഹദീസിലോ അതിനൊരു കണക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് കൂടിയാൽ 15 ദിവസം തുടർച്ചയായി ഉണ്ടാകുമെന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കണക്ക് ഖുർആനിലും ഹദീസിലും ഇല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു അഅലം, അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇങ്ങനെ ഒരു കണക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ 3 ശുദ്ധികാലമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ താബികളിൽ ചിലർ താബികളായ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന് 1 മാസം തന്നെ 3 തവണ ഹൈള് വന്നു. അങ്ങനെ ഉണ്ടാവാം. 1 മാസം അപൂർവമായി അങ്ങനെ ഉണ്ടാകാം. 1 മാസം 3 തവണ പറഞ്ഞാൽ തുടർച്ചയായി വന്നു, നിന്നു, പിന്നെയും തുടർച്ചയായി വന്നു, ശുദ്ധിയായി, പിന്നെയും തുടർച്ചയായി വന്നു, ശുദ്ധിയായി 1 മാസത്തിൽ. അങ്ങനെ വന്നാൽ അവളുടെ ഇത് കഴിഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് ആര് പറയണം? അവളുടെ അടുത്തുള്ള അവളുടെ ബന്ധുക്കളായ അവളെ അറിയുന്ന വിശ്വസ്തകളായ സ്ത്രീകൾ അതിന് സാക്ഷ്യം വഹിച്ചാലേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ ഇനി ഇയാൾ തിരിച്ചെടുക്കണ്ടെന്നുള്ള ആൾക്ക് പറഞ്ഞാലും 3 കഴിഞ്ഞു, പിന്നെ അയാൾ വെറും ഖതീബാണ്, ഇനി അവൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിലപ്പോ പറഞ്ഞേക്കാം, ചൊല്ലിയല്ല ഇനി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ അതുകൊണ്ട് വിശ്വസ്തകളായ സ്ത്രീകൾ അതിനെ പരിഗണിക്കണം. താബികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറഞ്ഞു വന്നത് ഇത്രയാണ്. അതായത് ഇങ്ങനെ പരിധി പറയാൻ സാധിക്കുകയില്ല. പൊതുവെ ഒരു സ്ത്രീക്ക് മാസത്തിൽ 6-7 ദിവസം ആണ് പൊതുവെ സ്ത്രീകൾക്ക് കൂടുതലായും ഹൈദ് ഉണ്ടാവുക. തുടക്കത്തിൽ നന്നായി രക്തം പോവുകയും പിന്നീട് അത് കുറഞ്ഞ് അവസാനിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഭർത്താവിന് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ഹറാമാണ്, നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്, നോമ്പ് പിന്നീട് എടുത്തു വീട്ടുകയും വേണം, നിസ്കാരം പിന്നീട് വീട്ടേണ്ടതില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈദിന്റെ രക്തത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഹൈദിന്റെ രക്തം ബാക്കിയുള്ള രക്തം പോലെയല്ല. അതാണ് ഇസ്തിഹാദത്തും ഹൈദും തമ്മിലുള്ള വ്യത്യാസം. ഇസ്തിഹാദ എന്ന് പറയുന്ന ഒരവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക്. അതൊരു രോഗമാണ്. അള്ളാഹു നമ്മേവരെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഇസ്തിഹാദത്ത് എന്നാൽ രക്തം വന്നുകൊണ്ടേയിരിക്കുക, പോയിക്കൊണ്ടേയിരിക്കുക എന്ന അവസ്ഥയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. സഹാബിമാരിൽ വളരെ ചുരുക്കം ചില സ്ത്രീകൾക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ. അവരെന്തായിരുന്നു? കാനത്ത് തുസ്തഹാദ്, അവർക്ക് ഇസ്തിഹാദത്ത് ഉണ്ടായിരുന്നു, അഥവാ രക്തം നിൽക്കാത്ത അവസ്ഥ. ഹൈദല്ല അത്, ഹൈദിന് ശേഷവും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. فقال رسول الله صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദമൽ ഹൈദി ദമുൻ അസ്വദുൻ യുറഫ്. ഹൈദിന്റെ രക്തം അത് ദമുൻ അസ്വദ്, കറുപ്പ് നിറത്തിലുള്ള രക്തമാണ്. യുറഫ്, ചില റിവായത്തുകളിൽ യുഅരിഫ് എന്നുണ്ട്. യുറഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കും. യുഅരിഫ് എന്ന് പറഞ്ഞാൽ അത് അറിയിക്കും, അഥവാ അതിന്റെ ഉദ്ദേശം അതിന് സാധാരണ രക്തം പോലെയല്ല, മോശമായ ഗന്ധമുണ്ടാകും. അതുപോലെ രക്തം കറുപ്പ് കലർന്നതായിരിക്കും, കളർ കറുപ്പ് കലർന്നതായിരിക്കും. അങ്ങനെ വന്നാൽ, അഥവാ നീ തിരിച്ചറിഞ്ഞാൽ, ഈ നിനക്ക് ഹൈദിന്റെ എല്ലാ സമയത്തും രക്തമാണ്, അപ്പൊ നീ രക്തം നോക്കുക, ഇങ്ങനെയുള്ള രക്തമാണെങ്കിൽ ആ സമയം ഹൈദാണെന്ന് കണക്കാക്കുക, അല്ലാത്ത രക്തമാണെങ്കിൽ അത് വെറും രക്തമാണ്, അതിന് വേറെ ഹുക്കുമാണുള്ളത്, അത് പറയാം. ഇത് ഈ ഹൈദിന്റെ രക്തം ഈ ലക്ഷണങ്ങളിലൂടെ നീ മനസ്സിലാക്കിയാൽ നിസ്കരിക്കാതിരിക്കുക. ഇനി അതല്ല, മറ്റേ രക്തമാണ്, സാധാരണ ചുവന്ന നിറത്തിലുള്ള മോശം ഗന്ധമില്ലാത്ത രക്തമാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? രക്തമൊന്നും വിചാരിച്ചിട്ട് നിസ്കരിക്കാതിരിക്കാൻ പാടില്ല, മറിച്ച് അവർ അത് കഴുകി കളയുകയും എന്നിട്ട് ഓരോ നിസ്കാരത്തിനും വുദു എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യും. ഒരു വധുവിനെ കൊണ്ട് 2 നിസ്കാരമില്ല, വുദു എടുത്തിട്ട് ഒരു നിസ്കാരം.
അങ്ങനെ നിസ്കരിക്കുകയും ചെയ്യുക. അപ്പൊ ഇസ്തിഹാദത്ത് മുസ്തഹാദത്തായ പെണ്ണിന്, ഇസ്തിഹാദത്തുള്ള പെണ്ണിന് ഹൈലുള്ള പെണ്ണിന്റെ ഹുക്കുമല്ല, അവൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം. അതുപോലെ ഭർത്താവിന് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അനുവദനീയമാണ്. ഇതൊക്കെ ഹലാലാണ് ഇസ്തിഹാദത്തുള്ള പെണ്ണിന്, ഹൈലല്ല. അപ്പോ രണ്ടും തിരിച്ചറിയാനുള്ള മാർഗമാണ് അതിന്റെ നിറം, അതുപോലെ ഗന്ധം. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാം ഹൈദിന്റെ രക്തത്തിന് ചില പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ചില അതിബ്ബ അഥവാ ആധുനിക കാലത്തുള്ള ചില തബീബുമാർ, ഡോക്ടർമാർ പറയുന്നത് ഹൈദിന്റെ രക്തം അത് കട്ട പിടിക്കുകയില്ല. രക്തമായി പോയി കഴിഞ്ഞാൽ പിന്നെ അതെന്താവില്ല, കട്ട പിടിക്കുക, ക്ലോട്ട് ചെയ്യില്ല. എന്നാൽ സാധാരണ രക്തം അങ്ങനെയല്ലല്ലോ, കട്ട പിടിക്കുമല്ലോ, അങ്ങനെ ആവില്ല എന്നാണ്. ചിലര് കുറച്ച് കഴിഞ്ഞാൽ ആവും എന്നും പറയുന്നു. വല്ലാഹു ആലം, അള്ളാഹ്ക്കാണ് അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലക്ഷണം ഇതാണ്, നിറവും അതുപോലെ അതിന്റെ മോശമായ ഗന്ധവും. ഇസ്തിഹാദത്തുണ്ടായ പെണ്ണിന് അപ്പോൾ ഓരോ നിസ്കാരത്തിനും പിന്നെ വുളൂ ചെയ്യണം. എന്നാൽ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, ഇതുപോലെ ഇസ്തിഹാദത്തുള്ള സഹാബി വനിതകളിൽ മറ്റൊരു സ്ത്രീയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അവര് പറഞ്ഞു, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അവർ ഈ ഇസ്തിഹാദത്ത് വന്നാൽ ലിതജ്ലിസ് ഫി മിർകനിൻ, സഹാബിമാരുടെ കാലത്തുണ്ടായ ഒരു രീതിയാണ്, വലിയ പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ അവർ ഇരിക്കുക എന്നുള്ളത് ആ കാലത്തുണ്ടായതാണ്. അതിൽ നീ അവൾ ഇരിക്കട്ടെ, ഫഇദാ റഅത് സുഫറതൻ ഫൗഖൽ മാ, എന്നിട്ട് ആ വെള്ളത്തിൽ മഞ്ഞ നിറം, രക്തം ചിലപ്പോ ചുവപ്പും ചിലപ്പോ മഞ്ഞയൊക്കെ ആകാറുണ്ട്, അങ്ങനെ കണ്ടാൽ, ഹൈളിന്റെ അല്ല ഇസ്തിഹാദത്തിന്റെ രക്തം കണ്ടാൽ, ഫലിയഗ്തസിൽ ലിദ്ദുഹരി വൽ അസ്രി ഗുസ്ല വാഹിദ, ളുഹറിനും അസ്റിനും അവൾ ഒരു കുളി കുളിക്കട്ടെ. വതഗ്തസിൽ ലിൽ മഗ്രിബി വൽ ഇശാഇ ഗുസ്ല വാഹിദ, മഗ്രിബിനും ഇശാക്ക് അവർ ഒരു കുളി കുളിക്കട്ടെ. തഗ്തസിൽ ലിൽ ഫജ്രി ഗുസ്ല, സുബ്ഹിന് ഒരു കുളി കുളിക്കട്ടെ. വതതവല്ല മാ ബൈന ദാലിക, അതിനിടയിൽ അവൾ വുദൂ ചെയ്യട്ടെ. ഈ കുളി യഥാർത്ഥത്തിൽ നിർബന്ധമല്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം വാജിബ് എന്തേ ഉള്ളൂ, ഓരോ നിസ്കാരത്തിന് വുദൂ ചെയ്യാന്നുള്ളതാണ്. എന്നാൽ കുളിച്ചാൽ അത് അഫ്ദലാണ്. അങ്ങനെ കുളിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്തിഹാദത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ജംഅ ചെയ്യാം. ളുഹർ അസ്റും ളുഹറിന്റെ നേരത്തോ അല്ലെങ്കിൽ അസറിന്റെ നേരത്തോ, മഗ്രിബ് ഇശാഉം മഗ്രിബിന്റെ നേരത്തോ അല്ലെങ്കിൽ ഇശാഇന്റെ നേരത്തോ നിസ്കരിക്കാം. സുബ്ഹിന്റെ നേരത്ത് കുളിക്കുകയാണെങ്കിൽ അത് രക്തം ഒഴിവാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജംഅ നിസ്കാരം റക്അത്ത് ചുരുക്കാതെ രണ്ട് നിസ്കാരം ഒരു നിസ്കാരത്തിന്റെ നേരത്ത് നിർവഹിക്കുക എന്നത് യാത്രയിൽ മാത്രമല്ല, അത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഗർഭിണികളായ സ്ത്രീകൾക്ക് വളരെ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ജംഅ ചെയ്യാം. അതുപോലെ രോഗികളായ ആളുകൾക്ക് ജംഅ ചെയ്യാം. പക്ഷെ ഖസ്ർ എപ്പം മാത്രമേ ഉള്ളൂ, യാത്രയിൽ മാത്രം. യാത്രയിൽ ജംഅുണ്ട് ഖസ്റുണ്ട്. എന്നാൽ യാത്ര അല്ലാത്ത സമയത്ത് മറ്റുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യാവുന്നതാണ്, ജംഅ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് നമുക്ക് അങ്ങനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ആ നേരത്തെ നിസ്കരിക്കാൻ ഇതല്ലാത്ത മറ്റു ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കും അറിയാലോ എന്താണ് ബുദ്ധിമുട്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിർവഹിക്കാവുന്നതാണ്, സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമുള്ള സമയത്ത്, ഇല്ലാത്ത സമയത്ത് ഖൈറായി ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസമുള്ള സമയത്ത് പൂർത്തിയായി ചെയ്തതിന്റെ പ്രതിഫലം കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ പറഞ്ഞ സമയത്ത് കുളിക്കുകയാണെങ്കിൽ അവർക്ക് ജംഅ ചെയ്യാവുന്നതാണ്. ഇനി നോക്കുക, മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിവായത്ത് ചെയ്യുന്നു, അന്ന ഉമ്മ ഹബീബ ബിൻത് ജഹ്ഷ്, ഇസ്തിഹാദത്തുള്ള മറ്റൊരു സഹാബി വനിത ഉമ്മു ഹബീബ ബിൻത് ജഹ്ഷ്, മറ്റൊരു അസ്മാ ബിൻത് ഉമൈസ്, അതുപോലെ ഫാത്തിമ ബിൻത് അബി ഹുബൈഷ്. സഹാബിമാരിൽ ഇസ്തിഹാദത്തുണ്ടായ മറ്റൊരു സ്ത്രീയാണ് ഉമ്മു ഹബീബ. അവർ ശക്കസീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദം, റസൂലുള്ളാഹിനോട് ഈ രക്തത്തിന്റെ ഇതിങ്ങനെ പറഞ്ഞു, കൂടുതലാണ് ഇസ്തിഹാദത്ത്. فقال النبي صلى الله عليه وسلم പറഞ്ഞു امكثي قدر ما كانت تحبسك حيضتك, امكثي നീ കഴിയുക, قدر ما كانت تحبسك حيضتك, നിനക്ക് എങ്ങനെയാണോ സാധാരണ ഹൈൽ വരാറുള്ളത് ആ ദിവസങ്ങളിൽ നീ അത്രയും ദിവസം നീ ഹൈലായി കണക്കാക്കുക. ثم اغتسلي, പിന്നെ നീ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളർ കൊണ്ടോ ഗന്ധം കൊണ്ടോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇസ്തിഹാദത്തുള്ള പെണ്ണിനും. എല്ലാ സമയത്തും രക്തമാണ്,
അത് ഹൈദിന്റെ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? കണക്കാക്കാം. സാധാരണ ഉള്ളതുപോലെ, സാധാരണ എങ്ങനെയാണോ അവൾക്ക് ഹൈദ് വരാറുള്ളത് ഈ ഇസ്തിഹാലത്തിന്റെ പ്രശ്നം ഇല്ലാത്ത സമയത്ത്, അത് കണക്കാക്കിയിട്ട് ആ സമയത്ത് ഹൈദും അതല്ലാത്ത സമയത്ത് ഇസ്തിഹാലത്തുമായി കണക്കാക്കുക. ഹൈദിന്റെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, ഭർത്താവുമായി ബന്ധം പാടില്ല. എന്നാൽ അല്ലാത്ത സമയത്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഭർത്താവുമായി ബന്ധം ആവാം. ഇനി ഇതുമല്ലാത്ത ചില അവസ്ഥ വരും. ഇപ്പോ പണ്ട് മുതലേ അങ്ങനെയാണ്, തിരിച്ചറിയാനും പറ്റുന്നില്ല. ഹൈദ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഇസ്തിഹാലത്തായിട്ടാണ്. അതുപോലെ ഗന്ധം കൊണ്ടോ നിറം കൊണ്ടോ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? അവളുടെ കുടുംബക്കാരികളായ സ്ത്രീകൾക്ക് എങ്ങനെയാണോ ഹൈദ് വരുന്നത് അതുപോലെ കണക്കാക്കുക. ആ സമയത്ത് ഹൈദും മറ്റുള്ളത് ഇസ്തിഹാലത്തുമായി കണക്കാക്കുക. മനസ്സിലായോ? ഒന്നുകിൽ അതിന്റെ രൂപം നോക്കിയിട്ട്, അല്ലെങ്കിൽ കണക്ക് മുമ്പ് മര്യാദക്ക് വരുന്നതാണെങ്കിൽ ആ കണക്കിൽ ചെയ്യുക. അതും അല്ലെങ്കിൽ അടുപ്പക്കാരികളായ കുടുംബക്കാരികളായ സ്ത്രീകളെ നോക്കി ചെയ്യുക. ഇങ്ങനെയാണ് ഇസ്തിഹാലത്തും ഹൈദും തിരിച്ചറിയാൻ ചെയ്യേണ്ടത്. രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസത്തിന്റെ സമയത്തുള്ള ഹുക്മ് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഹൈദിന്റെ ഭാഗമായി സഹോദരിമാർക്കുണ്ടാകുന്ന ചില സംശയങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഹൈദ് ചിലപ്പോ പോകും, ചിലപ്പോ പോയി എന്ന് തോന്നും, ചിലപ്പോ വീണ്ടും വരും, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിൽ നിന്ന് നമുക്ക് മാതൃകയുണ്ട്. ഒരു ഹദീസ് ഇങ്ങനെയാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്ന ഞങ്ങളായിരുന്നു ലാ നഉദ്ദുൽ ഖുദ്റത വസ്സുഫറത ബഅദ അത്തുഹരി ശൈആ, ഞങ്ങൾ ലാ നഉദ്ദു കണക്കിലെടുക്കാറുണ്ടായിരുന്നില്ല. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ കണക്കിലെടുക്കാറുണ്ടായിരുന്നില്ല അൽ ഖുദ്റ. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഖാഫല കാഫൻ, ഖാഫ് ഖുദ്റത്ത് ശക്തി എന്ന അർത്ഥത്തിൽ, കഴിവെന്ന അർത്ഥത്തിൽ. ഇത് ഖുദ്റ കാഫ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതാണ് രക്തം പോലെ, എന്നാൽ അഴുക്ക് പോലെ, എന്തെങ്കിലും വേസ്റ്റൊക്കെ വരുന്നത് പോലെ അവരുടെ ലൈംഗികാവയവത്തിൽ നിന്ന് രക്തം പോവുക, വേസ്റ്റ് പോലെ. അതുപോലെ സുഫ്ര, സുഫ്ര പറഞ്ഞ മഞ്ഞ നിറത്തിൽ പോവുക. ഇത് ബഅദത്തുഹരി, ഹൈദൊക്കെ ശുദ്ധിയായതിനു ശേഷം ശുദ്ധികാലത്തിന്റെ ഇടക്ക് പെട്ടെന്ന് ഇങ്ങനെ വല്ലതും ഞങ്ങൾ കണ്ടാൽ ഞങ്ങളത് കണക്കിലെടുക്കാറുണ്ടായിരുന്നില്ല. അഥവാ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണിന് ഹൈദ് വന്നു, എന്നിട്ട് ഹൈദിന്റെ 5 ദിവസമാണ് ഹൈദെങ്കിൽ 6ാമത്തെ ദിവസം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് പോലെയോ വല്ലതും പോകുന്നത് കണ്ടാൽ അത് ഹൈദ് തന്നെയാണ്, ഹൈദായിട്ട് തന്നെ കൂട്ടാം. കാരണം ഹൈദിനോട് ചേർന്നിട്ടാണ് വന്നത്. എന്നാൽ ഹൈദൊക്കെ അവസാനിച്ചു, ശുദ്ധിയായി. അതിനുശേഷം ശുദ്ധികാലത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വല്ലതും മഞ്ഞയോ അല്ലെങ്കിൽ ഇങ്ങനെ വേസ്റ്റോ പോലെ പോകുന്നത് കണ്ടാൽ അവരെന്ത് ചെയ്യേണ്ടില്ല? കണക്കിലെടുക്കേണ്ടല്ല, ശുദ്ധികാലമായിട്ട് തന്നെ കണക്കിലെടുക്കുക. അതാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗജായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ അടുത്തേക്ക് സഹാബ വനിതകൾ ഇങ്ങനെ വരെ ചെയ്യാറുണ്ടായിരുന്നു. അൻസാരികളായ സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രശംസിച്ചു പറഞ്ഞ കാര്യമാണ്, ദീൻ പഠിക്കുന്നതിൽ അവരെ ഹയാ തടയുമായിരുന്നില്ല, ലജ്ജ അവരെ തടയുമായി. കാരണം ഇത് ലജ്ജിച്ച ദീൻ പ്രസാദായി പോലോ, ചോദിക്കേണ്ടത് ചോദിക്കായിരുന്നു. സഹാബികളായ സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു പാത്രത്തിൽ, മൂടിയ ഒരു പാത്രത്തിൽ തുണി കൊടുത്തേക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് വന്ന മഞ്ഞ നിറം പുരണ്ട തുണി കൊടുത്തേക്കാറുണ്ടായിരുന്നു പാത്രത്തിൽ. എന്നിട്ട് സംശയം ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ, ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കൊടുത്തേക്കാറുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. ആയിഷ റളിയല്ലാഹു അൻഹ, സഹീഹ് ബുഖാരിയിലുള്ള കാര്യം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, ഖസ്സത്തുൽ ബൈളാ കാണുന്നത് വരേക്കും. അതായത് ഹൈദിനോടനുബന്ധിച്ചിട്ട് ഇതുപോലെ മഞ്ഞയോ അല്ലെങ്കിൽ വേസ്റ്റ് പോലെയോ പോകുന്നത് കണ്ടാൽ അത് ഹൈദ് തന്നെയാണ്, ഹൈദിനോട് തുടർന്നിട്ടാണ് വന്നതെങ്കിൽ. പിന്നെ ശുദ്ധിയായതിന്റെ അടയാളമാണ് അൽ ഖസ്സ അൽ ബൈളാ, വെള്ള നിറത്തിൽ ഒരു ദ്രാവകം അവരുടെ ലൈംഗികാവയവത്തിലൂടെ പുറത്തേക്ക് വരിക എന്നുള്ളത്. അത് വന്നാൽ ഹൈദ് നിന്നു എന്നതിന്റെ അടയാളമാണ്. ഇനി അങ്ങനെ ഒരു സ്ത്രീ കണ്ടില്ലെങ്കിൽ അവൾക്ക് ചെയ്യാൻ പറ്റിയതാണ് വെളുത്ത നിറത്തിലുള്ള
പഞ്ഞി പോലെയുള്ള വല്ലതും അവളുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിപ്പിച്ച് നോക്കുക. അതിന് നിറവ്യത്യാസമുണ്ടെങ്കിൽ ഹൈദ് അവസാനിച്ചിട്ടില്ല. നിറവ്യത്യാസമൊന്നുമില്ല, ഉള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ തന്നെയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ ഹൈദ് തീർന്നു. ഈ പറഞ്ഞ ഖസ്സത്തുൽ ബൈള കണ്ടില്ല എങ്കിൽ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹുക്കും. ഇത് പഠിച്ചു വെച്ചാൽ നമ്മുടെ സഹോദരിമാർക്കുള്ള പല വസ്വാസുകളും അവസാനിക്കും. ഇങ്ങനെ ഒരു ദ്രാവകം, വെള്ള നിറത്തിൽ ദ്രാവകം വരിക എന്നുള്ളതാണ് ശുദ്ധി, അതിന്റെ അടയാളം. അങ്ങനെ ഇല്ലേ ഇതുപോലെ ചെയ്യാവുന്നതാണ്, ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ മഞ്ഞയോ അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് പോലെയോ കണ്ടാൽ ഹൈദ് അവസാനിച്ചിട്ടില്ല. ഹൈദിനോട് തുടർന്ന് വരുന്ന സമയത്താണെങ്കിൽ, അല്ലാത്ത സമയത്ത് അവര് ടോയ്ലറ്റിലേക്ക് പോയാലോ മറ്റോ വല്ലതും ഇതുപോലെ വേസ്റ്റ് പോലെയോ മഞ്ഞ പോലെയോ കണ്ടാൽ അത് കണക്കിലെടുക്കേണ്ടതില്ല. തുഹറിന്റെ സമയത്ത് ഹൈദിനോട് ചേർന്നിട്ടാണെങ്കിൽ അത് ഹൈദാണ്, അല്ലെങ്കിൽ ലാ നഉദ്ദു ശൈഅ, മുഅത്തിയ പറഞ്ഞതുപോലെ അത് കണക്കിലെടുക്കേണ്ടതില്ല. ഇങ്ങനെ വരെ സഹാബത്ത് ചെയ്തിരുന്നു എന്നാണ്. ഹൈദിന്റെ സമയത്ത് ഇങ്ങനെയാണ് ഇപ്പം കാണുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊടുത്തയച്ചത്. അവരത് വരയ്ക്കോ എന്താ ഇതെന്ന് പറഞ്ഞോ? ഇല്ല, കാരണം ദീൻ പഠിക്കാനുള്ള അവരുടെ താല്പര്യം കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ക്ഷമിക്കുക, ഖസ്സത്തുൽ ബൈള കാണുന്നത് വരെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പറഞ്ഞയച്ചു. അത്രത്തോളം നമ്മുടെ മുൻഗാമികൾക്ക്, നമ്മുടെ സഹോദരിമാർ മാതൃകയാക്കേണ്ട സഹാബ വനിതകൾക്ക് ദീൻ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളതിന് മനസ്സിലാക്കേണ്ട അവരുടെ ദീൻ അറിയാനുള്ള താല്പര്യവും അവരുടെ അതിനുള്ള ശ്രമവുമാണ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല, ചോദിക്കുന്നത് ഇതുപോലത്തെ സ്ത്രീയോടാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോടാണ്. അവർക്ക് നാണിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ വല്ല ഫിത്നയും അതിന്റെ പിന്നാലെ വല്ല ഫസാദും ഭയപ്പെടേണ്ട കാര്യമോ ഇല്ല. അപ്പോ ഏറ്റവും നല്ലത് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നന്നായി ദീൻ പഠിക്കുക. നമ്മുടെ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള സംശയം നിങ്ങൾ ചോദിക്കാൻ ആളുകൾ ഉണ്ടാകട്ടെ, അവരെ പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അറിയുന്നത് പോലെ പറയേണ്ടതില്ലാത്ത കാര്യമാണ് നിസ്കാരവും നോമ്പും ആ സമയത്ത് അവർക്ക് പാടില്ല എന്നുള്ളത്. അതാണ് അവരുടെ ദീൻ കുറവാകാനുള്ള കാരണം. സ്ത്രീകൾക്ക് ദീൻ കുറവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെന്താ അങ്ങനെ ചോദിച്ചപ്പോ ആ സമയത്ത് അവർ നിസ്കരിക്കാൻ നോമ്പെടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചത് തന്നെയാണ്, അള്ളാഹു അവർക്ക് പുരുഷന്മാരെക്കാളും ദീൻ കുറച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അഖ്ലും ബുദ്ധിയും കുറച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് സഹോദരങ്ങളും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അള്ളാഹു പഠിപ്പിച്ചതാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അഖ്ലും ദീനും കുറഞ്ഞവരാണ് എന്നത്. അതുകൊണ്ടാണ് സാക്ഷ്യത്തിൽ അവരെ പകുതിയായി പരിഗണിക്കുന്നത്. ഒരാണും 2 പെണ്ണും വേണം സാക്ഷികളായി. ആണുങ്ങളാണെങ്കിൽ 2 ആണുങ്ങൾ മതി, 2 ആണുങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരാണും 2 പെണ്ണും വേണം. അതാണ് അഖ്ൽ കുറവാണെന്നതിന്റെ തെളിവ്. ദീൻ കുറവാണെന്നതിന് തെളിവാണ് അവരുടെ ഈ സമയത്ത് നിസ്കരിക്കാനും നോമ്പെടുക്കാനും പറ്റാത്തത്. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പറയേണ്ടതില്ലാത്ത കാര്യമാണ്, ഏവർക്കും മഅറൂഫായ കാര്യമാണ്. അതിന്റെ ഹദീസുകൾ നമ്മൾ വായിക്കേണ്ടതില്ല. ഇനി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ യഹൂദികൾ കാനു ഇദാ ഹാദത്തിൽ മർഅ, സ്ത്രീകൾ ഹൈദിലായാൽ ലം യുആകിലൂഹ, അവളുടെ കൂടെ തിന്നാറുണ്ടായിരുന്നില്ല, ഭക്ഷണത്തിന് കൂടി ഇരിക്കൂല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ്. മുസ്ലിം റിവായത്ത് ചെയ്തതാണ്, ഇസ്നഉ കുല്ല ശൈഇൻ, നിങ്ങളെല്ലാം ചെയ്തോളൂ, ഇല്ല നിക്കാഹ്, നിക്കാഹ് ഒഴികെ. ഇവിടെ നിക്കാഹിന്റെ ഉദ്ദേശം പുരുഷന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിക്കുക എന്ന യഥാർത്ഥത്തിലുള്ള ജിമാ ആണ് ഉദ്ദേശം. അതല്ലാത്തതൊക്കെ പുരുഷന് അനുവദനീയമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്നു. അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, എനിക്ക് ഹൈദുണ്ടായി, എന്നാൽ നബിക്കാകട്ടെ ഒരു പുരുഷന് തന്റെ ഭാര്യയോട് തോന്നുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഹൈദുണ്ടെങ്കിൽ റസൂലുള്ളാഹി യഅ്മുറുനി, എന്നോട് പറയും, ഫഅത്തസിർ, ഞാൻ ഇസാർ ധരിക്കും. ഇസാർ എന്ന് പറഞ്ഞാൽ അരക്ക് താഴെയുള്ള വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം മൂടുന്ന തരത്തിൽ തുണി കൊണ്ട് മറക്കും. ഫയുബാശിറുനി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുബാശറത്ത് നടത്തും. മുബാശറത്ത് എന്ന് പറഞ്ഞാൽ വാക്കുണ്ടായത് ബശറത്ത്, തൊലിയും പരസ്പരം സ്പർശിക്കുന്നത് കൊണ്ടാണ് അതിന് മുബാശറ എന്ന് പേര് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശിപ്പിക്കുകയല്ലാത്ത ബാക്കി കാര്യങ്ങൾ കൊണ്ട് പുരുഷൻ അവന്റെ ആഗ്രഹം
തീർക്കാവുന്നതാണ്. ഞാൻ ഹൈലിലായിരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ അത് ലൈംഗികമായ ആഗ്രഹങ്ങൾ അത് കെട്ടുവിട്ടു പോകുന്ന ആളുകൾ ഹറാമ് ചെയ്യാൻ തോന്നിപ്പോകും, ഹറാമിലേക്ക് ചാടിപ്പോകും എന്ന് തോന്നുന്ന ആളുകൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അക്കാര്യം ഹറാമിലേക്കുള്ള മാർഗവും ഹറാമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹൈദ് എല്ലാ സമയത്തും ഒരുപോലെയല്ല. അവരുടെ തുടക്കത്തിൽ ഹൈദ് വരുന്ന ദിവസങ്ങളിൽ രക്തം വരുന്നത് കൂടുതലായിരിക്കും. പിന്നീട് അത് കുറഞ്ഞു പോകും. ചിലപ്പോൾ പുറമേക്കൊന്നും കാണാനുണ്ടാവില്ല. ആ സമയത്ത് പല പുരുഷന്മാരും അവരുമായി ഈ പ്രവേശിപ്പിക്കാനൊന്നും വേണ്ട എന്ന നിയത്തിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുക. പക്ഷെ ശൈത്താൻ അവനെ കണിയിൽ പെടുത്തിയേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും തന്റെ ഭാര്യ ഹൈദിലായിരിക്കുമ്പോൾ അവളുമായി ഈ നിക്കാഹ് നടത്തിയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതരിപ്പിച്ചതിൽ അവൻ നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോ കുഫറാകുന്ന ഒരു തെറ്റാണത്. ഇതിന്ന് മുർത്തദായി പോവുക എന്ന അർത്ഥത്തിലല്ല, വല്ലാഹു അലം. പക്ഷെ അത് കുഫറാണ്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ പുരുഷൻ ഹറാമിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അത് വളരെ മോശമായ തെറ്റാണ്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു പോയാൽ അതിന് കഫാറത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ ആ പാപം പരിഹരിക്കാനുള്ളതാണ്. അതിന് തന്നെ മനസ്സിലാക്കാം അത് തെറ്റാണെന്നുള്ളത്. കഫാറത്ത് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ചെയ്തിട്ടെന്നാ കഫാറത്ത് കൊടുത്താൽ മതിയല്ലോ, അതിനുവേണ്ടിയല്ല കഫാറത്ത്. സംഭവിച്ചു പോയാൽ അത് പരിഹരിക്കാനാണ് കഫാറത്ത്. കഫാറത്ത് വന്നാൽ തന്നെ മനസ്സിലാക്കണം അത് തെറ്റായ കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലദി യഅതി ഇംറഅതഹു വഹുവ ഹാഇദ്. ആരെങ്കിലും തന്റെ ഭാര്യ ഹൈദിലായിരിക്കും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ശാരീരിക ബന്ധം എന്ന് പറഞ്ഞ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ശാരീരിക ബന്ധം ആണ്. അതല്ലാത്തത് ചെയ്ത് ബാക്കിയുള്ള അവളുടെ ശരീരഭാഗങ്ങൾ ഇയാൾ ആസ്വദിച്ചതുകൊണ്ട് അനുഭവിച്ചതുകൊണ്ട് അത് തെറ്റാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം. എന്നാൽ യഥാർത്ഥ ശാരീരിക ബന്ധം അവളുമായി ഏർപ്പെട്ടാൽ റസൂൽ പറയുന്നു യതസദ്ദഖ്, അവൻ സദഖ കൊടുക്കണം, ബിദീനാരിൻ, ഒരു ദീനാർ, ഔ അല്ലെങ്കിൽ നിസ്ഫി ദീനാർ, അര ദീനാർ. ഇത് കഫാറത്താണ്. ഒരാൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, തെറ്റാണ്. എന്നാൽ സംഭവിച്ചു പോയാൽ കഫാറത്ത് കൊടുക്കേണ്ട തെറ്റാണ്. ഒരു ദീനാർ അല്ലെങ്കിൽ അര ദീനാർ. മറ്റു ചില ഹദീസുകൾ ഇത് വിശദീകരിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ ആദ്യ സമയത്താണ് ബന്ധപ്പെട്ടതെങ്കിൽ, ഹൈദിന്റെ ആദ്യ സമയത്താണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളതാണ്, അപ്പൊ അവൻ ഒരു ദീനാറിന് കൊടുക്കണം. അല്ല അവസാന സമയത്താണ് പറ്റിപ്പോയതെങ്കിൽ അവൻ അര ദീനാർ കൊടുക്കണം. അക്കാലത്ത് ദീനാർ എന്നാൽ ഒരു സ്വർണത്തിന്റെ കഷ്ണമാണത്. ഇക്കാലത്ത് വല്ലാഹു അലം അത് ഗ്രാമിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 4 ഗ്രാമും ഒരു 1/4 ഗ്രാമും വരും. 4.25 വരും ഒരു ദീനാർ. അപ്പോ അരപ്പവനും കുറച്ചധികവും സ്വർണം കഫാറത്ത് കൊടുക്കണം. 8 ഗ്രാമല്ലോ, 4 ഗ്രാമും 1/4 ഗ്രാമും 4.25 ഗ്രാം ആണ് ഈ ഇപ്പോഴത്തെ കണക്കിൽ അത് വരിക എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അലം. അപ്പൊ അതിന്റെ പകുതി നിസ്ഫു ദീനാർ അതിന്റെ പകുതി. ഇങ്ങനെ കഫാറത്ത് കൊടുക്കണം. ഇപ്പൊ കഫാറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനും ഉള്ള ലൈസൻസ് അല്ല കഫാറത്ത്, മറിച്ച് പറ്റിപ്പോയതിനുള്ള പരിഹാരമാണ്. തൗബ ചെയ്യേണ്ടുന്ന തെറ്റാണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ്. ഇനി ഹജ്ജിന്റെ ആയി ബന്ധപ്പെട്ട 1-2 ഹദീസുകളുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് കിതാബു സ്വലാഹ്, നിസ്കാരത്തിന്റെ കിതാബ് നമ്മൾ വായിക്കും ഇൻഷാ അല്ലാഹ്. والله تعالى أعلم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.